നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്ത് ലക്ഷങ്ങളുടെ ഇന്റർനെറ്റ് തട്ടിപ്പ്. മംഗലാംകുന്ന് സ്വദേശിക്കെതിരെ തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകി. ലീഗിനെ രാഷ്ട്രീയമായി ആക്രമിച്ച് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മരക്കാർ മാരായമംഗലം. ഇതിനായി NSSും SNDPയും ഒത്തുചേർന്നതുപോലെ BJPയും CPMും ഒന്നായി പ്രവർത്തിക്കുന്നുവെന്നും മരക്കാർ മാരായമംഗലം. എമർജിംഗ് കേരളയ്ക്കെതിരെ NSSും രംഗത്ത്. ഭൂമി തട്ടിപ്പിനുള്ള വേദിയായി എമർജിംഗ് കേരള മാറിയെന്ന് NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ഹരിദാസ്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല. നിലവിലെ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലെ കാട്ടുങ്ങൽ കയറ്റം വാഹനാപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാകുന്നു. റോഡ് ശാസ്ത്രീയമായി നവീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്റർനെറ്റ് വഴി ഷെയർ ബിസിനസിന്റെ മറവിൽ ശ്രീകൃഷ്ണപുരത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. മുടക്ക് മുതൽ 1 വർഷം കൊണ്ട് 3 ഇരട്ടിയിലധികമാകുമെന്ന് പ്രലോഭിപ്പിച്ചാണ് പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. മംഗലാംകുന്ന് സ്വദേശി വേണുഗോപാൽ എന്നയാളുടെ പേരിൽ തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇന്റർനെറ്റ് വഴി ഷെയർ ബിസിനസിന്റെ മറവിൽ ശ്രീകൃഷ്ണപുരത്ത് ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടത്തിയതായി പരാതി. വൻകിട കമ്പനികളുടെ ഷെയർ ബിസിനസ് നടത്തുന്നതായി അവകാശപ്പെട്ട് മംഗലാംകുന്ന് സ്വദേശി വേണുഗോപാൽ എന്നയാൾ 18 പേരിൽ നിന്നും 10,85,845 രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. അസന്റ് ഫണ്ട് ഇൻഫോ എന്ന പേരിൽ ഇന്റർനെറ്റ് വഴിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പിന്നീട് ഇതിന്റെ പേര് സെന്റ് ഫോർ എക്സ് മണി പവർ എന്നാക്കി മാറ്റുകയും ചെയ്തതായി തട്ടിപ്പിനിരയായവർ പറയുന്നു. ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന എറണാകുളം സ്വദേശിക്കെതിരെ മറ്റു ചിലരുടെ പരാതിയെ തുടർന്ന് കേസെടുത്തതായും പറയുന്നു. വാഗ്ദാനങ്ങളിൽ അകപ്പെട്ട പണം നൽകിയവർക്ക് പറഞ്ഞ തുകയും നിക്ഷേപ തുകയും നൽകിയുമില്ല. 12,100 രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ആഴ്ചതോറും 700 രൂപ വീതം 1 വർഷം കൊണ്ട് 33,600 രൂപ ലഭിക്കുമെന്നാണ് ഇവർ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. 5,36,678 രൂപ മുടക്കിയാൽ ആഴ്ചയിൽ 35,000 രൂപ വീതം 16,80,000 രൂപ 1 വർഷം കൊണ്ട് ലഭിക്കുമെന്നും പറയുന്നു. ഇതനുസരിച്ച് പല തവണകളിലായി ലക്ഷങ്ങൾ നൽകിയവരും ശ്രീകൃഷ്ണപുരത്തുണ്ട്. മുടക്ക് സംഖ്യയ്ക്ക് അനുസരിച്ച് ലാഭത്തിന്റെ തോതും വർദ്ധിക്കും. നിക്ഷേപകരിൽ പലർക്കും ആദ്യത്തെ 2-3 ആഴ്ചയിൽ മാത്രമാണ് പണം ലഭിച്ചത്. പിന്നീട് പണം ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് തട്ടിപ്പിന്റെ കഥ പുറത്തുവന്നത്. നിക്ഷേപം തിരിച്ചു ചോദിച്ചവരോട് ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നാണ് വേണുഗോപാൽ മറുപടി പറയുന്നതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം സ്വദേശി രവീന്ദ്രൻ എന്നയാൾ പല ഘട്ടങ്ങളിലായി 1,54,500 രൂപ നൽകിയിരുന്നു. 21,500 രൂപയാണ് ഇയാൾക്ക് തിരിച്ചു ലഭിച്ചത്. പിന്നീട് പണം ചോദിച്ചു ചെന്നപ്പോൾ ഭീഷണിയുടെ സ്വരമായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. ശ്രീകൃഷ്ണപുരത്തെ ജനാർദ്ദനൻ എന്നയാളുടെ ഭാര്യ 2,70,406 രൂപ നൽകിയതിൽ 1 രൂപ പോലും തിരിച്ച് കിട്ടിയിട്ടില്ലെന്നും തട്ടിപ്പിനിരയായവർ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഓസ്ട്രേലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന അസന്റ് ഫോറക്സ് എന്ന ഒരു മണി ചെയിൻ തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ അതിൽ ഞങ്ങൾ ഉൾപ്പെട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത 2 പേരാണ്. ഇത്തരം ഇതേ നിലയിൽ ഒരുപാട് പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ശ്രീകൃഷ്ണപുരത്ത് സൊസൈറ്റിക്ക് സമീപം താമസിച്ചിരുന്ന വേണുഗോപാൽ, അനാർക്കോട് വീട് മണ്ണാർക്കാട് എന്ന ആളാണ് ഇവിടെ ശ്രീകൃഷ്ണപുരത്ത് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അയാളാണ് ഞങ്ങളെയൊക്കെ ഇതില് ആകർഷിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അയാൾ ചേർക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് 100 ദിവസം കൊണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടുമെന്നും പിന്നെ 240 ദിവസം ഡെയിലിയാണ് അതിന്റെ ലാഭവിഹിതം തരുന്നത്. 100 ദിവസം കൊണ്ട് മുതല് നമുക്ക് ലഭിക്കുമെന്നും ബാക്കി 240 ദിവസം കിട്ടുന്നത് ലാഭമാണെന്നും അങ്ങനെ 2.5 ഇരട്ടിയിലധികം തുക നമുക്ക് ലാഭമായി കിട്ടും വളരെ പെട്ടെന്ന് 340 ദിവസം കൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങളെ ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ ചേർത്തിട്ടുള്ളത്. തട്ടിപ്പിനിരയായ മറ്റുള്ളവർ പരാതി നൽകാനുള്ള നീക്കത്തിലാണ്. അതിനിടെ ഇന്റർനെറ്റ് വഴി വൻകിട കമ്പനികളുടെ ഷെയർ ബിസിനസിന്റെ മറവിൽ വ്യാപകമായ തോതിൽ ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതിനെതിരെ സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ചില സന്നദ്ധ സംഘടനകൾ രംഗത്ത് എത്തിയതോടെ വിഷയം വിവാദമായി മാറിയിരിക്കുകയാണ്. ലീഗിനെ രാഷ്ട്രീയമായി ആക്രമിച്ച് സംസ്ഥാനത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മരക്കാർ മാരായമംഗലം പറഞ്ഞു. NSSും SNDPയും ചേർന്ന് ഒരു ഭാഗത്ത് ഇത്തരം പ്രവർത്തനം തുടരുമ്പോൾ കണ്ണൂരിൽ CPMും BJPയും ചേർന്നാണ് സാമുദായിക ധ്രുവീകരണത്തിന് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വല്ലപ്പുഴയിൽ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മരക്കാർ മാരായമംഗലം. ഒന്നായ ഈ
സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വിഷവിത്ത് വിതക്കുകയാണ് ലീഗിന്റെ എതിരാളി. അതാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉദയം കൊണ്ടിട്ടുള്ളത്. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ മുദ്രാവാക്യം. അതാണ് സുകുമാരൻ നായരുടെ മുദ്രാവാക്യം. ആ വെള്ളാപ്പള്ളി നടേശന്റെ മുദ്രാവാക്യം വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോ, സുകുമാരൻ നായരുടെ മുദ്രാവാക്യം വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോ ജയരാജന്മാർ ആ മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ മുദ്രാവാക്യമാണ് ജയരാജന്മാരും BJPയുടെ നേതാക്കന്മാരും RSSന്റെ നേതാക്കന്മാരും ഏറ്റെടുത്തിട്ടുള്ളത്. സമൂഹത്തിൽ മുസ്ലിം ലീഗ് നൽകിയ സംഭാവനകളും സാമുദായിക സൗഹാർദ്ദത്തിന് നേതൃത്വം നൽകിയതുമെല്ലാം വിസ്മരിച്ചാണ് ലീഗിനെ സമുദായത്തിന്റെ പേരിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതെന്നും മരക്കാരന്മാരായ മംഗലം പറഞ്ഞു. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പൊതുയോഗം നടന്നത്. NK മൊയ്തുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. PK ആറ്റക്കോയത്തങ്ങൾ, AA ജമാൽ, മുഹമ്മദ് അലി മറ്റാന്തരം, P മൊയ്തീൻ, TP യൂസഫ് ഹാജി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. എമർജിംഗ് കേരള ഭൂമി തട്ടിപ്പിനുള്ള വേദിയായി മാറുന്നുവെന്ന് NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VP ഹരിദാസ് പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ NSS കരയോഗങ്ങളുടെ സംയുക്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PV ഹരിദാസ്. നിലവിലുള്ള സംഭരണ തത്വങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സാമുദായിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ NSS വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും PV ഹരിദാസ് പറഞ്ഞു. BMW സംഘടനക്കാര്, വോക്സ് സംഘടനക്കാര് ഇവിടെ ഇന്ത്യൻ അസംബ്ലിയിൽ വരണമെന്ന് പറഞ്ഞു. വൈദ്യുതിയുള്ള പത്രത്തില് ഈ വോക്സ് വാഗൻ കമ്പനിയുടെ ചെയർമാനായിട്ട് ചാനലുകാർ ചർച്ച നടത്തി. ചോദിച്ചവര് ഇങ്ങനെ ആശയം കൊണ്ടുവച്ചിട്ടില്ല, നിങ്ങൾ പങ്കെടുത്തു. എന്തിനാ പങ്കെടുത്തു? കത്ത് കിട്ടി പങ്കെടുത്തു. അത്രയോ ഞങ്ങൾക്ക് കേരളത്തിൽ പണം മുടക്കാൻ ഞാൻ താല്പര്യമില്ല, ഉദ്ദേശിക്കില്ല. ഇതാണ് എമർജിംഗ് കേരളയിൽ ഇല്ലാത്ത കമ്പനികളുടെ പേര് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്നും PV ഹരിദാസ് കൂട്ടിച്ചേർത്തു. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്ര അഗ്രശാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ മന്നം നഗറിൽ നടന്ന സമ്മേളനത്തിൽ കരിമ്പുഴ കരയോഗം പ്രസിഡന്റ് വിശ്വനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗം ഹൈലാൻഡ് R രാമചന്ദ്രൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ K ബാലകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. കൂടാതെ മുതിർന്ന സമുദായാംഗങ്ങളെ പൊന്നാട ആദരിച്ചു. ശ്രീകുമാർ, K വിനോദ് കുമാർ, N രവീന്ദ്രനാഥ്, വിനോദ് കുമാർ, ഹരീഷ്, ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ കുറ്റിക്കോട് കാട്ടുങ്ങൽ കയറ്റം വാഹനാപകട മേഖലയായി മാറുന്നു. ചരക്ക് ലോറികളാണ് ഇവിടെ കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലെ കാട്ടുങ്ങൽ കയറ്റത്തിൽ ഞായറാഴ്ച രാവിലെയും ചരക്ക് ലോറി മറഞ്ഞു. ലോറി മറിഞ്ഞ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി വീണിട്ടുണ്ട്. ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റൂട്ടിലെ ഏറ്റവും അപകടകരമായ വളവാണ് കാട്ടുങ്ങൽ കയറ്റത്തിലേത്. വളവും കയറ്റവും താഴെയും മുകളിലുമായുള്ള ഈ ഭാഗം ചരക്ക് ലോറികൾക്ക് എന്നും ഭീഷണിയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ ചെറുതും വലുതുമായ 10ലധികം ചരക്ക് വാഹനങ്ങളാണ് കാട്ടുങ്ങൽ കയറ്റത്തിൽ മറഞ്ഞത്. ഇതിലെ അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരിയിലേക്ക് വരികയായിരുന്ന ലോറി മറഞ്ഞത്. ഡ്രൈവറും ക്ലീനറും ലോറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനാപകടങ്ങൾ പതിവായ ഈ റോഡ് ശാസ്ത്രീയമായി നവീകരിക്കാൻ അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തത് പ്രതിഷേധാർഹമാണ്. റോഡ് നവീകരണത്തിന് സ്ഥലം പോലും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് നഗരത്തിലെ സമഗ്ര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിന് യാതൊരു നടപടിയുമായില്ല. നിലവിലെ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിൽ 3 കോടി രൂപയോളം ബസ് സ്റ്റാൻഡിനും ഷോപ്പിംഗ് കോംപ്ലക്സിനുമായി മാറ്റിവെക്കുകയും ചെയ്തതാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനേക്കാൾ 2 കോടിയിലധികം രൂപയുടെ ബജറ്റാണ് മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിൽ അവതരിപ്പിച്ചത്. ഏറെ പ്രതീക്ഷ നൽകിയ ഈ ബജറ്റിലെ പ്രധാന വികസന പദ്ധതിയായിരുന്നു ബസ് സ്റ്റാൻഡ് നവീകരണവും ഷോപ്പിംഗ് കോംപ്ലക്സും. ഏതാണ്ട് 3 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരുന്നത്. പദ്ധതിക്ക് DPCയുടെ അംഗീകാരം ലഭിച്ചതായും അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഗതാഗത പ്രശ്നം കൊണ്ട് വീർപ്പുമുട്ടുന്ന നഗരത്തിൽ ബസ് സ്റ്റാൻഡിനകത്തെ പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം ലഭിക്കുന്നതാണ് പദ്ധതി. കൂടാതെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നതോടെ പഞ്ചായത്തിന്റെ വരുമാനത്തിലും ഗണ്യമായ വർധനവുണ്ടാകും. നിലവിൽ ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗും ബസ്സുകളല്ലാത്ത മറ്റു വാഹനങ്ങളുടെ അനിയന്ത്രിതമായ കടന്നുവരവും ബസ് സ്റ്റാൻഡിനകത്ത് ബസ്സുകൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. നവീകരണം വരുന്നതോടെ ഇതെല്ലാം ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാമാണ് പദ്ധതിയെങ്കിലും ബന്ധപ്പെട്ടവർ പദ്ധതി വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഒറ്റപ്പാലം 19 മൈൽ പാതിരിക്കോട് റോഡിൽ കോഴി അവശിഷ്ടങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. 110 kV സബ്സ്റ്റേഷന് സമീപത്തെ NSSന്റെ ഒഴിഞ്ഞ പറമ്പിലാണ് രാത്രിയും പുലർച്ചെയുമായി മാലിന്യ അവശിഷ്ടങ്ങൾ തള്ളുന്നത്. ഒരു മിനി ലോറിയിൽ കൊള്ളാവുന്ന അത്ര മാലിന്യങ്ങളാണ് ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്.
കോഴിക്കടകളിൽ നിന്നുള്ള മാംസാവശിഷ്ടങ്ങളാണ് ആളൊഴിഞ്ഞ ഭാഗത്ത് തള്ളുന്നത്. കാക്കകളും മറ്റ് കിളികളും സമീപത്തെ കിണറുകളിലും വീടുകളിലും മാംസാവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ട് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ കാക്കകൾ കൊത്തി കിണറ്റിലിടുന്നതും പതിവായിരിക്കുന്നു. ഇതുകാരണം കിണറ്റിലെ വെള്ളം കുടിക്കാൻ പോലും സമീപവാസികൾക്ക് ഇപ്പോൾ ഭയമാണ്. ഇതിനു മുമ്പും ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കൌൺസിലർ കെ രാജേഷ് പറഞ്ഞു. മിക്ക ദിവസങ്ങളിലും കോഴി അവശിഷ്ടങ്ങൾ തള്ളിയതിന്റെ സൂചനകൾ കാണാം. ഇത് കാരണം തെരുവു നായ്ക്കളുടെ ശല്യവും ഈ മേഖലയിൽ രൂക്ഷമായിരിക്കുകയാണ്. ഇനി മുതൽ രാത്രികാലങ്ങളിൽ കാവലിരിക്കാൻ പ്രദേശത്തെ യുവാക്കൾ തയ്യാറായിരിക്കുകയാണ്. രാത്രിയും പുലർച്ചെയുമായാണ് ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത്. സ്വയം തൊഴിൽ പരിശീലനത്തിന് നേതൃത്വം നൽകി വല്ലപ്പുഴ ചെമ്മൻകുഴി ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് മാതൃകയാകുന്നു. സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ആദ്യഘട്ട പരിശീലന പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമായി. കേരള യുവജനക്ഷേമ ബോർഡുമായി ചേർന്നാണ് ചെമ്മൻകുഴി ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് സ്വയം തൊഴിൽ പരിശീലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. കുട, പേപ്പർ ബാഗ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനാവശ്യമായ പരിശീലനമാണ് ആരംഭിച്ചിരിക്കുന്നത്. 100 യുവതി യുവാക്കൾക്ക് 3 കേന്ദ്രങ്ങളിലായി പരിശീലന പരിപാടി നടത്തും. എഴുമന്തല ട്യൂഷൻ സെന്ററിൽ ആരംഭിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വസന്ത നിർവഹിച്ചു. വാർഡംഗം CP നസീറ അധ്യക്ഷത വഹിച്ചു. KP സൈനുദ്ദീൻ, വേണു, P സഫ്വാൻ, ബഷീർ ഇടുതറ, പ്രോഗ്രാം കൺവീനർ സലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല BRCയിലെ അധ്യാപകൻ ഗംഗാധരൻ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയൻ ബുധനാഴ്ച നെല്ലായ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഞായറാഴ്ച നടന്ന പഞ്ചായത്ത് കൺവെൻഷനിലാണ് പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക, കൂലി 250 രൂപയാക്കുക, ജോലി സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കുക, തൊഴിലില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുക, വിലക്കയറ്റം തടയുക, കറണ്ട് ചാർജ് വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREGWU പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഞായറാഴ്ച നെല്ലായ ഇരുമ്പാലശ്ശേരി UP സ്കൂളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം O സുലേഖ ഉദ്ഘാടനം ചെയ്തു. NREGWU പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാമകൃഷ്ണൻ, വാർഡ് അംഗം നസീറ, MP ഗംഗാധരൻ, നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ് KP വസന്ത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൂലി വർദ്ധിപ്പിച്ചാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നമുക്ക് കൂലി വർദ്ധിപ്പിച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം നമുക്ക് 250 രൂപ ഒരു ദിവസം. NGO സംഘ് പാലക്കാട് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് നടന്നു. സംസ്ഥാന ട്രഷറർ C സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്നതിനെതിരെയും വിലക്കയറ്റത്തിനെതിരെയും പ്രക്ഷോഭം സംഘടിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. ഒറ്റപ്പാലം BM UP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PN സുധാകരൻ അധ്യക്ഷത വഹിച്ചു. TG വിജയകുമാർ, TM നാരായണൻ, S വാസുദേവൻ, KK രാജേഷ്, TC സുരേഷ്, PK ബാബു, R ഗോപാലകൃഷ്ണൻ, K ശരവണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ നടന്ന കന്നുപൂട്ട് പ്രദർശനം ശ്രദ്ധേയമായി. മംഗലാംകുന്ന് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ വിശാലമായ വയലിലാണ് അന്യം നിന്നുപോകുന്ന ഈ പ്രദർശനം അരങ്ങേറിയത്. കാർഷിക സങ്കല്പങ്ങളും കാർഷിക ആഘോഷങ്ങളും ഗ്രാമങ്ങളിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കെ അതിൽ നിന്നും വ്യത്യസ്തമായി പുതുതലമുറയ്ക്ക് അറിവും ആവേശവും പകർന്നു നൽകിക്കൊണ്ടാണ് മംഗലാംകുന്ന് തൊണ്ടിയിൽ നാരായണൻ നായരുടെ പാടത്ത് കന്നുപൂട്ട് പ്രദർശനം നടന്നത്. വാശിയേറിയ കന്നുപൂട്ട് പ്രദർശനത്തിൽ 55 ജോഡി കന്നുകളാണ് പങ്കെടുത്തത്. നെൽകൃഷിയിൽ നിന്ന് കർഷകർ പിന്മാറുന്നതോടെ കന്നുപൂട്ടിന്റെ പ്രസക്തിയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന കന്നുപൂട്ട് മത്സരങ്ങളും കന്നുതെളിയും ഇല്ലാതായിട്ടുണ്ട്. ലക്ഷങ്ങൾ ചിലവാക്കിയാണ് മത്സര കന്നുകളെ പരിപാലിക്കുന്നത്. മത്സരങ്ങളിൽ വിജയിക്കുന്ന കന്നുകൾക്ക് പറയുന്ന വിലയും ലഭിക്കുന്നുണ്ട്. നെൽകൃഷിയുടെ കർഷകർക്ക് താൽപര്യക്കുറവ് ഉണ്ടായിരുന്നുവെങ്കിലും കന്നുപൂട്ടിന്റെയും കന്നുതെളിയുടെയും ആവേശം അവരിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കന്നുതെളി കേവലം ഒരു മത്സരം എന്നതിലുപരി കൊഴിഞ്ഞുപോയ കാർഷിക പാരമ്പര്യത്തിന്റെ സ്മരണയായാണ് പലയിടത്തും ഇന്നും കന്നുകളി നടത്തിവരുന്നത്. പഴമക്കാരുടെ മനസ്സിൽ കഴിഞ്ഞ വസന്തകാലത്തിന്റെ സ്മരണയും പുതുതലമുറയ്ക്ക് അറിവിന്റെയും അത്ഭുതത്തിന്റെയും അതിലുപരി ആഹ്ലാദത്തിന്റെയും ചിറകുകൾ വിടർത്തുന്നതാണ് ചേറിന്റെ മണമുയരുന്ന കന്നുപൂട്ട് പ്രദർശനങ്ങൾ. ഹർത്താലുകളും ഒഴിവു ദിനങ്ങളും കായിക വിനോദത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ് മണ്ണാർക്കാട് പടുവിൻകുളമ്പിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. PYC എന്ന പേരിൽ ആരംഭിച്ച ക്ലബിന്റെ നേതൃത്വത്തിൽ താലൂക്ക് തന്നെ 16 ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് വരെ ഇവർ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കായികം, കല, സാംസ്കാരികം, മതസൗഹാർദ്ദം തുടങ്ങിയവയുടെ വളർച്ചയ്ക്കും ഐക്യത്തിനുമായി മണ്ണാർക്കാട് അരിയൂർ പടുവിൻകുളമ്പ് പ്രദേശത്തുള്ള ചെറുപ്പക്കാരാണ് PYC ക്ലബ്ബ് ആരംഭിച്ചത്.
ക്ലബിന്റെ നേതൃത്വത്തിൽ പല പരിപാടികളും തുടർന്നു വരുന്നുണ്ടെങ്കിലും കായിക വിനോദത്തിനാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. ഒഴിവുദിനങ്ങളിലും ഹർത്താൽ ദിനങ്ങളിലുമെല്ലാം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന ലക്ഷ്യവും ക്ലബിനുണ്ട്. വലിയ പ്രതീക്ഷയില്ലാതെയാണ് ആരംഭമെങ്കിലും ഞായറാഴ്ച നടന്ന ടൂർണമെന്റിൽ താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 16 ടീമുകൾ പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് പി കുഞ്ഞുമുഹമ്മദ്, സെക്രട്ടറി സത്താർ, അൻവർ, ഫായിസ്, ജുമൈൽ, സാലിഹ്, ജസീർ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. RSS പ്രവർത്തകനായിരുന്ന മുളയങ്കാവ് കുന്നത്ത് വീട്ടിൽ കൃഷ്ണൻ മാസ്റ്റർ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. പുലിക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി മോഹൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ രാമചന്ദ്രൻ, ബഷീർ, രാജൻ മണ്ടുന്തറ, കൃഷ്ണകുമാർ, സുകുമാരൻ, ടി പി രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീകൃഷ്ണപുരത്ത് ലക്ഷങ്ങളുടെ ഇന്റർനെറ്റ് തട്ടിപ്പ്. മംഗലാംകുന്ന് സ്വദേശിക്കെതിരെ തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകി. ലീഗിനെ രാഷ്ട്രീയമായി ആക്രമിച്ച് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മരക്കാർ മാരായമംഗലം. ഇതിനായി NSSഉം SNDPയും ഒത്തുചേർന്നതുപോലെ BJPയും CPMഉം ഒന്നായി പ്രവർത്തിക്കുന്നുവെന്നും മരക്കാർ മാരായമംഗലം. എമർജിംഗ് കേരളയ്ക്കെതിരെ NSSഉം രംഗത്ത്. ഭൂമി തട്ടിപ്പിനുള്ള വേദിയായി എമർജിംഗ് കേരള മാറിയെന്ന് NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ഹരിദാസ്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല. നിലവിലെ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലെ കാട്ടുങ്ങൽ കയറ്റം വാഹനാപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാകുന്നു. റോഡ് ശാസ്ത്രീയമായി നവീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.